ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഉള്ളത്. എന്നാൽ നിങ്ങൾ ഈ കാണുന്ന പാലവും നദിയും കടന്നു കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുകയാണ്. ഈ പാലത്തെക്കുറിച്ചും ഈ നദിയെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയുടെ ഇരു തീരങ്ങളെയും ബന്ധിപ്പിക്കുന്ന മായന്നൂർ പാലമാണ്. ഭാരതപ്പുഴയുടെ കുറുകെയുള്ളതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ പാലമാണ് മായന്നൂർ പാലം. ഏകദേശം 703 മീറ്റർ നീളം പാലത്തിനും 250 മീറ്റർ വീതം അനുബന്ധ വർക്കുകൾ ഇരുവശങ്ങളിലുമായി ചേർന്ന് ഏകദേശം 1.25 കിലോമീറ്റർ നീളമുണ്ട് ഈ പാലത്തിന്. ഒരേ സമയം ഭാരതപ്പുഴയും പാലക്കാട് ഷൊർണൂർ റെയിൽ പാതകളെയും മറികടക്കുന്നു എന്നൊരു പ്രത്യേകതയും ഈ പാലത്തിനുണ്ട്. ഈ പാലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തെയും തൃശൂർ ജില്ലയിലെ മായന്നൂരുമായി ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ ഇരു കൂട്ടരുടെയും ചിരകാല സ്വപ്നമായ പാലം എങ്ങനെ യാഥാർത്ഥ്യമായെന്ന് ചെറുതായി ഒന്ന് പറഞ്ഞു പോകാം. പണ്ട് മുതൽ തന്നെ നിളയുടെ ഇരു തീരങ്ങളിലായി കാർഷിക വൃത്തിയിലും മേളപ്പെരുമയിലുമായി കഴിഞ്ഞു വന്നിരുന്നവരായിരുന്നു ഇരു കൂട്ടരും. ഒറ്റപ്പാലത്ത് നെൽകൃഷിയും മായന്നൂരിൽ വിവിധ ഇനം പച്ചക്കറി കൃഷി കൊണ്ടും സമ്പൽ സമൃദ്ധമായിരുന്നു. ആയതിനാൽ തന്നെ ഇരു കൂട്ടരുമായി കച്ചവട കാര്യങ്ങൾക്കുമായി മറുകര പോകേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. വേനൽക്കാലങ്ങളിൽ നിളയ്ക്ക് കുറുകെ നടന്നും വർഷകാലങ്ങളിൽ തോണിയിൽ കടത്തു കടന്നും അവർ നാളുകൾ നീക്കി. വർഷകാലങ്ങളിലെ ഈ തോണി യാത്ര ജീവൻ മുറുക്കി പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. കാരണം എന്താൽ മഴക്കാലത്ത് നിലയുടെ സ്വഭാവം മാറും എന്നതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഒരു പാലത്തിന്റെ ആവശ്യം ഉയർന്നു വന്നു. അതിനായി അവർ മായന്നൂർ സമരസമിതി രൂപീകരിക്കുകയും ഈ സമിതിയിൽ കൂടി ഈ ആവശ്യം ഉന്നയിക്കുകയും വിവിധ സമരമുറകൾ നടത്തുകയും ഉണ്ടായി. ആദ്യമായി ഈ പാലത്തിന്റെ ആവശ്യം ഉന്നയിച്ചത് 1935 ഒറ്റപ്പാലത്ത് വള്ളുവനാട് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ 1998-99 കാലഘട്ടത്തിലാണ് ഈ പാലത്തിന് ശിലാസ്ഥാപനം നടത്തിയത്. എന്നാൽ 1.5 കൊല്ലം കൊണ്ട് തീരും എന്ന് കരുതി തുടങ്ങിയ പാലം പണി പതുക്കെ ഇഴഞ്ഞാണ് നീങ്ങിയത്. ഭാരതപ്പുഴ മാത്രമല്ല, റെയിൽപാത കൂടി മറികടക്കേണ്ട പാലമായതിനാൽ റെയിൽവേയുടെ കൂടി അനുമതി അനിവാര്യമായിരുന്നു. റെയിൽവേയുടെ അനുമതി ലഭിക്കാൻ വൈകിയതിനാലും അഴിമതി ആരോപണങ്ങളിലും പെട്ട് ഈ പാലത്തിന്റെ പണി നീണ്ടുപോയി. പാലത്തിന്റെ സ്ട്രക്ചർ പൂർത്തിയായതിനു ശേഷം പാലം പണി പുരോഗമിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് കാൽനടക്കായി അനുവദിച്ചിരുന്നു. ജനങ്ങളുടെ നിരന്തര സമരങ്ങളുടെയും മാറി മാറി വന്ന ചില നേതാക്കന്മാരുടെ ഇടപെടലുകളും കൊണ്ട് ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ പാലം 2011 ജനുവരി 22 ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഈ പാലം വന്നതോടുകൂടി ഒറ്റപ്പാലത്ത് നിന്ന് മായന്നൂരേക്ക് പോകാൻ 15 കിലോമീറ്റർ ദൂരം എന്നത് വെറും 3 കിലോമീറ്റർ ദൂരമായി ചുരുങ്ങി. ഈ പാലത്തിൽ നിന്ന് ഭാരതപ്പുഴയുടെ ഭംഗി എത്ര ആസ്വദിച്ചാലും മതിവരില്ല. ഭാരതപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാനായി ഇവിടെ എത്തുന്നവർക്ക് പാലം ഒരു അനുഗ്രഹം തന്നെയാണ്. അനധികൃതമായ മണൽ വാരൽ ഈ പാലം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ഇനി നമുക്ക് മായന്നൂർ കടവിലേക്ക് പോയാലോ. ഒറ്റപ്പാലത്ത് നിന്നും പാലം കയറി മറുകരയിൽ എത്തിയതിനു ശേഷം കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ വലത്തേക്ക് ഒരു വഴി കാണാം. ആ വഴിയിൽ കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് മായന്നൂർ കടവിലേക്ക് എത്തിച്ചേരാം. ഇതാണ് മായന്നൂർ കടവിലേക്കുള്ള എൻട്രൻസ്. നമ്മളിപ്പോൾ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഭാരതപ്പുഴയിൽ നിന്നാൽ നമുക്ക് മായന്നൂർ പാലം കാണാം. ധാരാളം ആളുകൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ എത്താറുണ്ട്. ഞാൻ എൻ്റെ വാഹനം മുകളിൽ പാർക്ക് ചെയ്യാൻ കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നാണ് ഇറങ്ങിയത്. എന്നാൽ ഭാരതപ്പുഴയിലേക്ക് വന്നപ്പോഴാണ് അഭ്യാസ പ്രകടനങ്ങളും മറ്റും നടത്തുന്നതിനായി 4-വീൽ ഡ്രൈവ് വാഹനങ്ങൾ ഇവിടെ എത്താറുണ്ട് എന്ന് മനസ്സിലായത്. ഒരു മരുഭൂമിയാണ് എന്ന് തോന്നിക്കും വിധം നീണ്ടു നിവർന്ന് പരന്നു കിടക്കുകയാണ് ഭാരതപ്പുഴയുടെ വെടിത്തട്ട്. ഈ മണൽപ്പരപ്പിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഒരു ഭാഗ്യമായി ആദ്യം കരുതുമെങ്കിലും അതിലുപരി പ്രകൃതി ചൂഷണം കൊണ്ട് നമുക്കുണ്ടായ ദൗർഭാഗ്യമായാണ് എനിക്ക് തോന്നിയത്. ഇവിടെയാണ് നമ്മൾ കണ്ടു കുതിച്ച പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. 6-ാം തമ്പുരാനിലെ ക്ലൈമാക്സ് ചിത്രീകരിച്ചതും നരസിംഹത്തിലെ ബലിതർപ്പണം നടത്തുന്ന ഭാഗങ്ങളും മറ്റും ഒന്ന് ഓർത്തു നോക്കൂ. ഇതുകൂടാതെ നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നത് കമന്റ് ചെയ്യണേ. ഇനി നമുക്ക് ഭാരതപ്പുഴയെ പറ്റി കുറച്ച് പറഞ്ഞു പോകാം. കേരളത്തിന്റെ അഭിമാനവും അനുഗ്രഹവുമാണ് ഭാരതപ്പുഴ. കേരളത്തിലെ 2ാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. നിള എന്നും അറിയപ്പെടുന്നു. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വീതി കൂടിയത് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം. പ്രകൃതി ഭംഗിയാൽ സമ്പന്നമാണ് ഭാരതപ്പുഴയുടെ ഒട്ടുമിക്ക തീരങ്ങളും. തമിഴ്നാട്ടിൽ കൂടിയും ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ ആനമലയിൽ ഉത്ഭവിച്ച് കേരളത്തിലെ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ കൂടി ഒഴുകി പൊന്നാനിയിൽ ചെന്ന് ലക്ഷദ്വീപ് കടലിൽ പതിക്കുന്നു. കേരളത്തിലെ ജലഗതാഗതത്തിന് യോജ്യമല്ലാത്ത നദിയാണ് ഭാരതപ്പുഴ. കടലിൽ പതിക്കുന്നതിന് മുമ്പായി കുറച്ചു ഭാഗം മാത്രമാണ് ജലഗതാഗതത്തിന് അനുയോജ്യമായിട്ടുള്ളത്.
ഭാരതപ്പുഴ കൂടുതലും കടന്നു പോകുന്നത് മഴ ലഭിക്കുന്നത് കുറവുള്ള പ്രദേശങ്ങളിൽ കൂടിയാണ്. കൂടാതെ അനധികൃതമായ മണൽവാരൽ മൂലം ഉണ്ടാക്കിയ അതികൃത്തങ്ങൾ എന്നിവയുമാണ്. വൈകുന്നേരത്ത് ഭാരതപ്പുഴ അതീവ സുന്ദരിയായി തോന്നി. വൈകുന്നേരത്തെ സൂര്യകിരണങ്ങൾ ഭാരതപ്പുഴയുടെ ഓളങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടം നൽകുന്നത്. വേനൽക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് വളരെ കുറയുകയും വർഷകാലത്ത് ഇരു കരകളും മുട്ടി വെള്ളം ഒഴുകുകയും ചെയ്യുന്ന ഈ പുഴ ഒരു അത്ഭുതം തന്നെയാണ്. ഈ മഹാനദിയുടെ തടത്തിൽ ഞങ്ങൾ ചിലവിട്ട നിമിഷങ്ങൾ ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് തന്നത്. ജലമലിനീകരണമാണ് ഈ നദി നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. ഒഴുക്ക് കുറയുന്നത് ജലമലിനീകരണത്തിന്റെ ആക്കം കൂട്ടുന്നു. 7 പ്രധാനപ്പെട്ട ഡാമുകൾ ഈ നദിയിലുണ്ട്. മലമ്പുഴ ഡാം ഉൾപ്പെടെ വാളയാർ ഡാം, മംഗലം ഡാം, പോത്തുണ്ടി ഡാം, മീങ്കര ഡാം, ചുള്ളിയാർ ഡാം, കാഞ്ഞിരപ്പുഴ ഡാം എന്നിവയാണ് ഈ ഡാമുകൾ. ഭാരതപ്പുഴ പാലക്കാട്, പരളി, കിള്ളിക്കുറിശ്ശിമംഗലം, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, തൃത്താല, കൂടല്ലൂർ, പള്ളിപ്പുറം, കുറ്റിപ്പുറം, കുമ്പിടി എന്നീ പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും സമ്പുഷ്ടമാക്കി കടന്നുപോകുന്നു. ഭാരതപ്പുഴയെയും അത് കടന്നുപോകുന്ന പ്രകൃതിയും സംരക്ഷിക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരിന്റെയും നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാഴ്ചകളുമായി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ. Memories.